വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം നമ്മുടെ കോർപ്പറേഷനിലെ ഒരു പ്രധാനപ്പെട്ട മൊഡ്യൂളാണ് സ്കീംസുമായി ബന്ധപ്പെട്ടത് അല്ലേ. അപ്പോൾ നമ്മൾ കവർ ചെയ്ത് ഓരോന്നോരോന്നായി പഠിച്ചു വരികയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് എംപ്ലോയീസ് പെൻഷൻ സ്കീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ അതിലത്തെ കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോപ്പറേറ്റീവിലൂടെ കോഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ട്സും കൂടി അവിടെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക കേട്ടോ. കോപ്പറേറ്റീവിലോ പഠിക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ നോട്ട്സും കൂടി നിങ്ങൾക്ക് PDF നോട്ട്സും കൂടി റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എംപ്ലോയീസിൻ്റെ സെൽഫ് ഫിനാൻസിങ് പെൻഷൻ സ്കീം 1994 ആണ് വർഷം അറിയപ്പെടുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. 1994 ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് പെൻഷൻ സ്കീമാണല്ലേ. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത്, അതായത് 1994 ഗവൺമെൻറ് ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടാണല്ലോ സ്കീംസൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇതിന് ബോർഡുണ്ട് കേട്ടോ. അതായത് ഈ പെൻഷൻ സ്കീം മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ബോർഡാണ്. അപ്പോൾ ആ ബോർഡിനാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഉണ്ടാക്കുന്നത് ആരാണ്? ഗവൺമെൻറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നോക്കാം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫിനാൻസിങ് പെൻഷൻ സ്കീമായിരുന്നു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 1994 റിട്ടയേർഡ് എംപ്ലോയീസിനാണല്ലോ പെൻഷൻ എന്ന് വെച്ചാൽ റിട്ടയേർഡ് എംപ്ലോയീസിനാണ്. അപ്പോൾ പ്രൈമറി ലെവലിലും റീജിയണൽ ലെവലിലും സെൻട്രൽ ആൻഡ് അപ്പെക്സ് എല്ലാവർക്കും ഉണ്ട്. എക്സ്ക്ലൂഡിങ്, അതായത് അന്ന് നമ്മുടെ സ്റ്റേറ്റിനും ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിനും എന്തുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഒരു പെൻഷൻ സ്കീം ഉണ്ടായിരുന്നില്ല കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. അതായത് ഇത് നോട്ടിഫിക്കേഷൻ ഗസറ്റിൽ വന്ന സമയത്താണ് ഈ ഒരു സ്റ്റേറ്റിനും ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കും, ഇപ്പം പിന്നെ DCB ഇല്ല, പക്ഷെ അന്ന് അത് അവർക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീട് 2005 അവർക്കത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് എന്ന് പറയുമ്പോൾ 14 മാർച്ച് 1995 ഈ ഒരു ഒഫീഷ്യലായിട്ട് ഗസറ്റ് വരുന്നത്, ഗസറ്റ് പബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഗസറ്റ് പബ്ലിഷ് ചെയ്താൽ ഈ സ്കീമൊക്കെ അതിൽ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്കീമിലും എന്തെല്ലാം കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ സാധാരണ റൂളും ലോയും പഠിക്കുന്ന പോലെ തന്നെ പ്രിലിമിനറി എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ടൈറ്റിൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു ഡേറ്റ് വന്നിട്ടുള്ളത് 3rd day of June 1993 തൊട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെൽഫ് ഫിനാൻസിങ് പെൻഷൻ സ്കീം നിലവിൽ വരുന്നത്. ഓക്കെ, നിലവിൽ വരുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഷാൾ ബി ഡീംഡ് ടു ഹാവ് കം ഇൻ ടു ഫോഴ്സ് ഓൺ ദ 3rd day of June 1993 ആണ്. പക്ഷേ ശരിക്കും വർക്കിംഗ് തുടങ്ങുന്നത് 1994 ആണ്. അപ്പോൾ അതുകൊണ്ട് 1994 എന്നാണ് ബോർഡാണെങ്കിലും പെൻഷൻ സ്കീമിൻ്റെ ആണെങ്കിലും വർഷമായിട്ട് പൊതുവേ പറയപ്പെടുന്നത്. പക്ഷേ നോട്ടിഫൈ ചെയ്യുന്നത് 3rd day June 1993 തൊട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ മിനിമം പെൻഷൻ 3600, മാക്സിമം 17850. അതിൽ വ്യത്യാസം 17850 വർധനവ് വന്നിട്ടുണ്ട്. പക്ഷേ അത് അതായത് കൊണ്ടുവന്നിട്ടില്ല തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ ഉള്ളത് സ്കീമിൽ ഇപ്പോൾ ഉള്ളത് മിനിമം പെൻഷൻ 3600, മാക്സിമം 17850 2500 രൂപയാണ് മിനിമം ഫാമിലി പെൻഷനായിട്ട് അവൈലബിൾ ആവുക കേട്ടോ. മിനിമം ഫാമിലി പെൻഷനായിട്ടുള്ളത് 2500 രൂപയാണ്. ഇത് ശരിക്കും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും, അത് ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ ഫിഷറീസിനും ഡയറിക്കും ഖാദിക്കും ഹാൻഡ്ലൂമിനും കയറിനും ഒക്കെ ബാധകമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു സ്റ്റേറ്റിനും DCBക്കും ആദ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. 2005 ശരിക്കും അവർക്കൊരു ബെനിഫിറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവരേനെ ഇതുപോലെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് 14 DCBനും ഇതിൻ്റെ അണ്ടറിലാക്കിയ വർഷം ചോദിക്കുകയാണെങ്കിൽ 2005 അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പെൻഷൻ സ്കീം കൊണ്ടുവന്നത്, സ്റ്റേറ്റിനും ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ എംപ്ലോയീസിനും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അവരുടെ പെൻഷൻ്റെ റേഞ്ചാണ് 3600, 26180 കേട്ടോ. ഇപ്പം 26180 കൂടിയിട്ടുണ്ട്. ഓക്കെ, വിത്ത് മിനിമം ഫാമിലി പെൻഷൻ അവിടെയും പറയുന്നത് 2500 തന്നെയാണ്. ഓക്കെ, അപ്പോൾ മന്ത്ലി കോൺട്രിബ്യൂഷൻ 12% ബേസിക് പേ അതാണ് കൊടുക്കേണ്ടത് കേട്ടോ. 12% കൂടി ഓർത്ത് വയ്ക്കുക. 12% വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 12% ബേസിക് പേ ആയിട്ട് കൊടുക്കേണ്ടത്. ഈ സ്കീം ഫുള്ളി ഗവൺമെൻറ്റിൻ്റെ എയ്ഡ് കൊണ്ട് നടക്കുന്നതാണ് അല്ലേ. ഗവൺമെൻറ്റിൻ്റെ എയ്ഡ് വേണം, കാരണം ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതാണ്. 10% പെനാലിറ്റി ഉണ്ട് കേട്ടോ. ലേറ്റ് പേയ്മെൻ്റ് ഒക്കെ നടത്തിക്കഴിഞ്ഞാൽ 10% പെനാലിറ്റി ഉണ്ടെന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളാണ്, ഓർത്ത് വയ്ക്കുക. സെൽഫ് ഫിനാൻസിങ് പെൻഷൻ സ്കീം നമ്മുടെ സെക്ഷനിൽ 80A വരുന്നത്. അപ്പോൾ നമ്മൾ ആ 80A നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. അപ്പോൾ സെൽഫ് ഫിനാൻസിങ് പെൻഷൻ സ്കീമിൻ്റെ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ എഴുതുക? 1994 എഴുതുക കേട്ടോ. 1994. ഓക്കെ,
ആദ്യം. പിന്നെ എഫക്റ്റ് ഫ്രം ചോദിച്ചു കഴിഞ്ഞാൽ 3/6/1983 മൂന്നിലാണ്, പക്ഷേ 1994 ഇംപ്ലിമെൻറ്റ് ചെയ്തത് കേട്ടോ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും DCBക്കും തുടക്കത്തിലുണ്ടായിരുന്നോ ചോദിച്ചാൽ ഇല്ല, അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തത് 2005 കേട്ടോ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എല്ലാ തരത്തിലും ഉണ്ടാവും. ബേസിക് പേ ഉണ്ടായിരിക്കും, സ്പെഷ്യൽ പേ, പേഴ്സണൽ, ഡിയർനെസ്, അലവൻസ്, അങ്ങനെ എല്ലാം കൂടിയതിനാണ് നമ്മൾ പേ എന്ന് പറയണത് അല്ലേ. എല്ലാം കൂടിയതാണ് ഇവരുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 12% പ്രത്യേകം ഓർത്ത് വയ്ക്കണം. മന്ത്ലി കോൺട്രിബ്യൂഷനാണ് കേട്ടോ. മന്ത്ലി കോൺട്രിബ്യൂഷനാണ് 12%, അതായത് സാലറിയുടെ 12%. അതാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. പെൻഷൻ ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് 12% ഓഫ് ദ പേ ആണ്. സാലറിയുടെ 12% ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കോപ്പറേറ്റീവ് പെൻഷൻ്റെ സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്ത വർഷം ചോദിച്ചാൽ ഏതെഴുതണം? 1994. പിന്നെ അതേപോലെ DCBക്കും സ്റ്റേറ്റിനും കൊണ്ടുവന്നതും 2005 കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമ്മളിപ്പം മിനിമം പെൻഷൻ പറഞ്ഞു 3600 മിനിമം ഫാമിലി പെൻഷൻ 2500 പറഞ്ഞു. ഓക്കെ, പിന്നെ കേരള ബാങ്കിൻ്റെ മാക്സിമം പെൻഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 26, അതായത് 26,180 എന്ന് പറഞ്ഞത് കേരള ബാങ്കിലത്തെ ആൾക്കാരുടെയാണ് കേട്ടോ, കേരള ബാങ്കിനെയാണ്. ഓക്കെ, അപ്പോൾ അതിലൊക്കെ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കിടക്കുന്നത് 26,180 എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ നോർമൽ മാക്സിമം സാധാരണ കോപ്പറേറ്റീവ് എംപ്ലോയീസിനാണെങ്കിൽ 17,850 17,850 അവരുടെ മാക്സിമം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ മിനിമം പറയുന്നത് 3600 മിനിമം എന്ന് പറയുന്നത്. ഓക്കെ, 2500 മിനിമം ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് 2500 കേട്ടോ. എല്ലാവർക്കും ബാധകമാണ്. ഇൻഡസ്ട്രീസിനും ഫിഷറീസിനും ഡയറിക്കും ഖാദി ഹാൻഡ്ലൂം കയറിനും ഒക്കെ ബാധകമാണ്. പിന്നെ ഇവർക്ക് അന്ന് തന്നെ അവർക്കൊക്കെ ബാധകമാണ്. പക്ഷേ ഇവർക്ക് കൊണ്ടുവന്നത് എന്താണ്? 2005 ഇവർക്ക്, അതായത് DCBക്കും. അപ്പോൾ പിന്നെ DCB ഇല്ല, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ്. അപ്പോൾ അതായത് ഇപ്പോൾ കേരള ബാങ്ക് 2005 തൊട്ടിട്ടാണ് അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഫണ്ട് അവരുണ്ടാക്കുന്ന ഈ ഫണ്ട് ആരാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ബോർഡ് ഉണ്ട് കേട്ടോ. അതായത് അതാണ് പറഞ്ഞത്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എംപ്ലോയീസിൻ്റെ പെൻഷൻ ബോർഡ് ഉണ്ട്. ബോർഡിൻ്റെ വർഷം 1994 തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ്. പിന്നെ പലതരത്തിലുള്ള പെൻഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സൂപ്പർ ആനുവേഷൻ പെൻഷൻ എന്ന് പറയും. അതായത് സേവനം അവസാനിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? സാമ്പത്തിക സുരക്ഷയും സ്ഥിരതയൊക്കെ നൽകുക. നോർമൽ ബാങ്ക് സേവനം അവസാനിപ്പിച്ചതിന് ശേഷം നിർണയിച്ച വിരമിക്കൽ വയസ്സിലെത്തിയ ജീവനക്കാർക്ക് സാമ്പത്തിക സുരക്ഷയും സ്ഥിരതയും നൽകുന്ന പെൻഷനാണ് സൂപ്പർ ആനുവേഷൻ. നോർമൽ റിട്ടയറിംഗ് പെൻഷൻ 20 വർഷത്തെ ഉണ്ടല്ലോ, അതായത് സ്വമേധയാ വിരമിച്ചു പോകുമല്ലോ. 20 വർഷത്തെ സേവനം പൂർത്തിയാക്കിയതാവാം, അല്ലെങ്കിൽ നേരത്തെ 50 വയസ്സായതാവാം, എങ്ങനെയും, അല്ലെങ്കിൽ സ്വമേധയാ വിരമിച്ചതാവാം. അവർക്കൊക്കെ കൊടുക്കുന്ന പെൻഷൻ്റെ പേരാണ് റിട്ടയറിംഗ് പെൻഷൻ. പിന്നെ കമ്പാഷനേറ്റ് അലവൻസ് എന്ന് പറയും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കമ്പാഷനേറ്റ് അലവൻസ് എന്ന് പറഞ്ഞാൽ ജീവനക്കാരെ പുറത്താക്കുകയോ പിരിച്ചുവിടുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പം അധികാരി തീരുമാനമെടുക്കുന്ന കാരണമാണല്ലോ ഇതിങ്ങനെ പുറത്താക്കേണ്ടിയൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ കമ്പാഷനേറ്റ് അലവൻസ് അധികാരിയോട്, അതായത് അവരുടെ ബോർഡിലെ ആൾക്കാർക്ക് അല്ലെങ്കിൽ എംപ്ലോയീസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ എംപ്ലോയീസിനോട് അവർ വില്ലിങ് ആണെങ്കിലാണ് ഈ ഒരു കമ്പാഷനേറ്റ് കൊടുക്കുക കേട്ടോ. കമ്പാഷനേറ്റ് അലവൻസ് കൊടുക്കുക ഈ ഒരു മേലധികാരി വില്ലിങ് ആണെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ. ഓക്കെ, മേലധികാരി വില്ലിങ് ആണെങ്കിൽ കമ്പാഷനേറ്റ് അലവൻസ് ഇയാളെ പുറത്താക്കിയാലും പിരിച്ചു വിട്ടാലും കൊടുക്കും. അധികാരിയുടെ ശുപാർശ ഉണ്ടെങ്കിൽ മാത്രമേ അത് പോകുള്ളൂ. പ്രത്യേകം നോട്ട് ചെയ്യുക, കമ്പാഷനേറ്റ് അലവൻസ് നോർമൽ കേസിൽ അങ്ങനെ പുറത്താക്കപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമാണ് കൊടുക്കുന്നത്. അതായത് നോർമലായിട്ടുള്ളൊരു കേസിൽ പുറത്താക്കേണ്ട ആവശ്യം വരില്ല. പക്ഷേ എന്നിരുന്നാലും ചില കാര്യങ്ങൾക്ക് പുറത്താക്കിയവർക്ക് എന്ത് കൊടുക്കില്ല? ഈ കമ്പാഷനേറ്റ് പെൻഷൻ എല്ലാ പുറത്താക്കലിനും അല്ലെങ്കിൽ എല്ലാ എംപ്ലോയീസിനും എന്ത് പ്രശ്നം വന്ന് പിരിച്ചു വിട്ടാലും എന്തില്ല? കമ്പാഷനേറ്റ് പെൻഷൻ കൊടുത്തുകൊള്ളണം എന്നില്ല. ജീവനക്കാരൻ അല്ലെങ്കിൽ മേലധികാരി കൊടുക്കണം, അല്ലെങ്കിൽ അത്ര പ്രശ്നക്കാരനല്ല അല്ലെങ്കിൽ പ്രശ്നമില്ല എന്ന് കൊടുത്താൽ മാത്രമേ ഈ പെൻഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാ എംപ്ലോയീസിനും അത് കിട്ടില്ല, കമ്പാഷനേറ്റ് പെൻഷൻ കിട്ടില്ല. പക്ഷേ ചില എംപ്ലോയീസിന്, അതായത് അങ്ങനെയാണ് ഈ ഒരു ആക്റ്റിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. കമ്പാഷനേറ്റ് പെൻഷൻ കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് അങ്ങനെ പറയുന്നുണ്ട്. എല്ലാ ആൾക്കാർക്കും അത് അവൈലബിൾ ആവണം എന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഒട്ടുമിക്ക ആൾക്കാർക്കും എന്താണ് സൂപ്പർ ആനുവേഷൻ പെൻഷൻ്റെ, അത് പിന്നെ നോർമലാണല്ലോ. സൂപ്പർ ആനുവേഷൻ പെൻഷൻ പോലെയല്ല, റിട്ടയറിംഗ് പെൻഷനൊക്കെ നോർമൽ പെൻഷനാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് നിങ്ങൾ കണ്ടൻറ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. എല്ലാവർക്കും ഇപ്പം പിന്നെ ഇത്രയും ഡീപ്പായിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരണമെന്നില്ല. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. നമ്മൾ ആ ഒരു സംഭവം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന പോയിൻറ്റുകളൊക്കെ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി.
അപ്പം അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയതൊന്നും അല്ല, എന്നാലും ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാ ആൾക്കാർക്കും കൊടുക്കണമെന്നില്ല, പക്ഷേ ചില ജീവനക്കാരെ മറ്റ് ചില കേസിലാണ് ഈ കമ്പാഷനേറ്റ് അലവൻസ് വേണ്ടാന്ന് വയ്ക്കാം. ഇൻവാലിഡ് പെൻഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സേവനം ഒക്കെ ചെയ്തു, പക്ഷേ ജീവനക്കാർക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ശാരീരിക അവശതയോ ഒക്കെ തളർത്തുന്ന ആൾക്കാരാണെങ്കിൽ അപ്പോൾ അവർക്ക് എന്താണ്, പിന്നെ അവർക്ക് തുടരാൻ പറ്റില്ല, ജോലി തുടരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പോവുക, ജോലി വിട്ടു പോകേണ്ട അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പോകുന്നവർക്കാണ് എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ഇൻവാലിഡ് പെൻഷൻ കൊടുക്കുക കേട്ടോ. പിന്നെ കൺസലേഷൻ എന്ന് പറഞ്ഞാൽ 75 വയസ്സ് പിന്നിട്ടതും മറ്റൊരു പെൻഷനും ലഭിക്കുന്നില്ല എന്നുവെച്ചാൽ മുൻ ജീവനക്കാർ 75 വയസ്സ് പിന്നിട്ടു മറ്റ് ഒരു ആനുകൂല്യം ലഭിക്കാത്ത ആളുകൾക്കാണ് ഈ ഒരു കൺസോലേഷൻ, ഒരു സമാശ്വാസം എന്നുള്ള പോലെ ഒരു ആശ്വാസമാണ്. പിന്നെ മെഡിക്കൽ അലവൻസും ഫെസ്റ്റിവൽ അലവൻസും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതൊക്കെ നമ്മുടെ എല്ലായിടത്തും ഉള്ളത് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. പിന്നെ അതേപോലെ മാക്സിമം പെൻഷൻ, കേരള ബാങ്കിൻ്റെ മാക്സിമം പെൻഷൻ എംപ്ലോയീസിൻ്റെ ഡിപ്പെൻസ് ഓൺ ദെയർ അവരുടെ സാലറിയാണ്. പിന്നെ സർവീസ് ലെങ്ത്ത് നോക്കും, 50% ഓഫ് ദ ലാസ്റ്റ് 10 months ആവറേജ് ഇൻവോൾവ്മെൻറ്റ് എത്രയാണോ കിട്ടിയിട്ടുള്ളത് അത് നോക്കിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, എക്സാക്റ്റ് മാക്സിമം പെൻഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫാമിലി പെൻഷൻ റൂൾസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓൺ ആൻ എംപ്ലോയി, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഫുൾ പെൻഷൻ ഈസ് പെയ്ഡ് ടു ദ ഫാമിലി പെൻഷൻ ഫോർ 7 years, 7 വർഷം അവർക്ക് ഫുൾ പെൻഷൻ കൊടുക്കും. ഓർ അൺടിൽ ദ റിട്ടയർമെൻറ്റ് ഡേറ്റ് വരെ അല്ലെങ്കിൽ കൊടുക്കും, ഏതാണോ ആദ്യം വരുന്നത് അത് കേട്ടോ. ദർ ആഫ്റ്റർ 50% ആണ് പിന്നെ അതിന് ശേഷം ഡെത്തിന് ശേഷം കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇഫ് ദ പെൻഷൻ ഫണ്ട് ഈസ് അൺപെയ്ഡ് ഇൻ ഫുൾ ബൈ ദ സൊസൈറ്റി, അല്ലെങ്കിൽ ബാങ്ക് അങ്ങോട്ട് അടയ്ക്കണം, പെൻഷൻ ഫണ്ടിലേക്ക് അടയ്ക്കണം, അല്ലെങ്കിൽ പെൻഷൻ ഈസ് ഗിവൺ അതിൽ പ്രൊപ്പോർഷണൽ മാത്രമേ കൊടുക്കുള്ളൂ. 50% സൊസൈറ്റി കറക്റ്റായിട്ട് അടയ്ക്കുന്നില്ലെങ്കിൽ 50% മാത്രമേ കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. പിന്നെ ചെയർമാൻ ആരായിരിക്കും, കോർപ്പറേഷൻ മിനിസ്റ്റർ തന്നെയായിരിക്കും, നമ്മുടെ സഹകരണ മന്ത്രി തന്നെയായിരിക്കും എവിടെ നമ്മുടെ ചെയർമാനായിട്ട് വരിക കേട്ടോ. ഈ ബോർഡിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കോർപ്പറേഷൻ മിനിസ്റ്ററാണ് ചെയർമാനായിട്ടുള്ളത്. പക്ഷേ ഗവേണിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അവരാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്, ഗവേണിംഗ് കമ്മിറ്റി മെമ്പേഴ്സാണല്ലോ. അപ്പോൾ അവിടെ പറയുന്നത് ഗവേണിംഗ് കമ്മിറ്റിയിലാണ് എല്ലാ ഇംപ്ലിമെൻറ്റേഷൻ പ്രൊസീജിയേഴ്സൊക്കെ നടക്കുന്നത്. സെക്രട്ടറി, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോർപ്പറേഷൻ്റെ സെക്രട്ടറി ഉണ്ടായിരിക്കും, പിന്നെ രജിസ്ട്രാർ ഉണ്ടായിരിക്കും, 3 റെപ്രസെൻറ്റേറ്റീവ് എംപ്ലോയീസിൽ നിന്നും, അതായത് നമ്മുടെ സാധാരണ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും 3 റെപ്രസെൻറ്റേറ്റീവ്, 5 റെപ്രസെൻറ്റേറ്റീവ് അവരുടെ മാനേജിങ് കമ്മിറ്റിയിൽ നിന്ന്, പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ മാനേജിങ് കമ്മിറ്റിയിൽ നിന്ന് ഉണ്ടാവും. പിന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് 2 റെപ്രസെൻറ്റേറ്റീവ് എംപ്ലോയീസ് റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും. പിന്നെ 2 റെപ്രസെൻറ്റേറ്റീവ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മാനേജ്മെൻറ്റിൽ നിന്നുണ്ടാവും. കോപ്പറേറ്റീവിന് പെൻഷനിൽ നിന്ന് ഒരാളുണ്ടായിരിക്കും. അപ്പോൾ ഇവരാണ് ഈ ഒരു മാനേജിങ് കമ്മിറ്റിയിൽ വരുന്നത്. അപ്പോൾ ഇവരുടെ ടേം, മാനേജിങ് കമ്മിറ്റി ആയാലും അവരുടെയൊക്കെ ടേം 3 വർഷമാണ് കേട്ടോ. ഓക്കെ, പിന്നെ അവരുടെ സെക്രട്ടറിയുടെ ബോർഡ്, അത് വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. സെക്രട്ടറി ആരായിരിക്കണം എന്നാണ്. സെക്രട്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്, നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ജോയിൻറ്റ് രജിസ്ട്രാർ കേട്ടോ. ജോയിൻറ്റ് രജിസ്ട്രാർ കുറയാത്ത ഒരാളാണ് സെക്രട്ടറി ആയിട്ട് വരേണ്ടത്. ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, നോട്ട് ചെയ്ത് വെക്കണം. ജോയിൻറ്റ് രജിസ്ട്രാർ കുറയാത്ത ആളാണ് എന്ത് ചെയ്യുന്നത്, സെക്രട്ടറി ആയിട്ട് വരേണ്ടത്. ടേം ഓഫ് ഓഫീസ് 3 വർഷമാണെന്ന് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, മിനിമം ഫാമിലി പെൻഷനും ഒക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കണം കേട്ടോ. മിനിമം പെൻഷൻ 3600, മിനിമം ഫാമിലി പെൻഷൻ 2500 ആണ്. ഓക്കെ, സെക്രട്ടറി ആരായിരിക്കണം, ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ജോയിൻറ്റ് രജിസ്ട്രാർ ആണ് സെക്രട്ടറി ആയിട്ട് വരിക. ടേം ഓഫ് ഓഫീസ് എത്രയാണ്, 3 വർഷമാണ് ടേം ഓഫ് ഓഫീസ് വരിക. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് ചിലപ്പോൾ കാണാൻ സാധ്യത കൂടുതലുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, പിന്നെ സ്റ്റാഫിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആര് തന്നെയാണ്, പ്രീവിയസ് അപ്രൂവൽ ഓഫ് ദ ഗവൺമെൻറ് വേണം, എന്നിട്ട് അവരാണ് അപ്പോയിൻറ്റ് ചെയ്യുക കേട്ടോ. സ്റ്റാഫിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, പിന്നെ ബോർഡാണ് അതിനൊക്കെ അസിസ്റ്റ് ചെയ്യുക, എല്ലാ തീരുമാനങ്ങൾക്കും അസിസ്റ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ സെക്രട്ടറിക്കാണ് എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്വം കേട്ടോ. സെക്രട്ടറിയാണ് എല്ലാ ഉത്തരവാദിത്തങ്ങളും റെസ്പോൺസിബിളാണ്. ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനൊക്കെ കൊടുക്കാനും മീറ്റിംഗ് വിളിച്ചു കൂട്ടാനും അവരുടെ സ്യൂട്ടും ലീഗൽ പ്രൊസീഡിങ്സും ഒക്കെ ആർക്കെതിരെയാണ്, ഈ സെക്രട്ടറിയുടെ പേരിലായിരിക്കും വരിക. പിന്നെ അതുപോലെ തന്നെ സെക്രട്ടറി മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നൊക്കെ ആളാണ്. റെക്കോർഡ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും 15 days തന്നെയാണ്. നോർമലി നമ്മൾ കേൾക്കണ പോലെ തന്നെ 15 days തന്നെയാണ് അവരുടെ നോട്ടീസ് കൊടുക്കേണ്ട തീയതിയൊക്കെ കേട്ടോ. ഓക്കെ, പിന്നെ കോറൊക്കെ ഉണ്ടെങ്കിലാണ് മീറ്റിംഗ് കൂടുക, മിനിറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് നോർമലായിട്ടുള്ളത് നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സെക്ഷൻ 80A പെൻഷൻ സ്കീമിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ പെൻഷൻ സ്കീമിൻ്റെ കാര്യം നമ്മൾ നോക്കാം കേട്ടോ. അപ്പോൾ ഗവൺമെൻറ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഗസറ്റ് ഫ്രെയിം ഒരു സെൽഫ് ഫിനാൻസിങ് പെൻഷൻ സ്കീം ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ പെൻഷൻ ഫണ്ട് ഫോർ പേയ്മെൻറ്റ് ഓഫ് പെൻഷൻ ടു ദ എംപ്ലോയീസ് ഓഫ് സൊസൈറ്റീസും അതുപോലെ ബോർഡും. പ്രധാനപ്പെട്ടത് ഇപ്പോൾ നമ്മുടെ എംപ്ലോയീസ് കോപ്പറേറ്റീവ് യൂണിയനിലുള്ള സഹകരണ യൂണിയനിലുള്ള എംപ്ലോയീസിനെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യണം. ഓക്കെ.
പണ്ട് അവരുണ്ടായിരുന്നില്ലേ, ഇപ്പോൾ സഹകരണ യൂണിയനിലുള്ളവരും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇൻ ദ മാനർ അവരും ഡിഫറെൻറ്റ് ഡേറ്റ്സും ആപ്ലിക്കേഷൻസും സ്കീംസും ഒക്കെ അവർക്ക് സെലക്ട് ചെയ്യാം എന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ 1A പറയണത് സെൽഫ് ഫിനാൻസിങ് പെൻഷൻ സ്കീം ഫ്രെയിംഡ് അണ്ടർ സബ്സെക്ഷൻ 1 എന്താ പറയണത്, പേയ്മെൻറ്റ് ഓഫ് പെൻഷൻ കൊടുക്കുന്നതിനെ കുറിച്ചിട്ടാണ്. അതായത് 1 ജാനുവരി 1974 അതുപോലെ 3 ജൂൺ 1993 ഉള്ളവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്താം എന്നാണ് പറഞ്ഞത് കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ളവരെയും അതിന് ശേഷമുള്ളവരെയും എന്ത് ചെയ്യാം, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്താം എന്നാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ. The pension fund established under the self-financing pension scheme framed under section shall vest in the administrated by such body or authority as may be. ആ സ്കീമിൽ പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞത്. സ്കീമിൽ പറഞ്ഞല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബോർഡാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഒക്കെ സ്കീമിൽ പറഞ്ഞിട്ടുണ്ടാവും എന്നാണല്ലോ നമ്മൾ സെക്ഷനിൽ പറയുക. അപ്പോൾ നമ്മൾ സ്കീമിലാണ് കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യുക പറഞ്ഞിട്ടുണ്ടാവുക, സ്കീമിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്കീമിൽ നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാണ്. പിന്നെ അതേപോലെ ഈ ഒരു കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് പെൻഷൻ ഫണ്ട്, പെൻഷൻ ഇങ്ങനെ പിരിച്ച് കിട്ടുമ്പോൾ അവർക്ക് അതെന്തായാലും ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അത് പെൻഷൻ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിലാണ് കേട്ടോ. അവരെ കൺസേൺഡ് ഓപ്പൺ ഉണ്ടാവും. ആരുടെ പേരിലായിരിക്കും അക്കൗണ്ട് ഉണ്ടാവുക, സെക്രട്ടറിയുടെ പേരിലായിരിക്കും, ബോർഡിൻ്റെ സെക്രട്ടറിയുടെ പേരിലായിരിക്കും അക്കൗണ്ട് ഉണ്ടാവുക. അവരാണ് മാനേജ് ചെയ്യുന്നത് അക്കൗണ്ട്. നമ്മുടെ കേരള ബാങ്കിൽ അവർക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ പെൻഷൻ ഫണ്ട്. ഇങ്ങനെ പിരിച്ച് കിട്ടുന്ന തുകകളൊക്കെ അവർ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല, അവർക്കത് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അവർക്കത് ലാഭമാണ്. അപ്പോൾ എന്തെങ്കിലും, അതായത് സെക്ഷൻ 20 ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് 1882 പറഞ്ഞിട്ടുള്ള ഏത് സെക്യൂരിറ്റീസിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇത് ഇൻവെസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതർ സെക്യൂരിറ്റീസ് എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ ഉള്ളതുണ്ടെങ്കിൽ അതിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റിയിലും അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇനി ലോങ് ടേം ഡെപ്പോസിറ്റ്, ബാങ്ക് അപ്രൂവ് ചെയ്തിട്ടുള്ള ലോങ് ടേം ഡെപ്പോസിറ്റ് ഗവൺമെൻറ്റിൻ്റെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റ് എന്തെങ്കിലും ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്യുന്ന ഏത് സ്കീമിൽ വേണമെങ്കിലും അവർക്ക് ഇടാവുന്നതാണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഈ ഒരു പെൻഷൻ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിനും കുറച്ച് നിബന്ധനകളുണ്ട്. അതായത് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയല്ലാതെ വേറെ രീതിയിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേറ്റ് ചെയ്യുന്നത് സെക്രട്ടറി ആയിരിക്കും. ഓക്കെ. പിന്നെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓഡിറ്റ് ഓഫ് അക്കൗണ്ട് പിന്നെ ശരിക്കും അണ്ടറിൽ തന്നെയാണ്, DCAയുടെ അണ്ടറിൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിക്കും. അപ്പോൾ അങ്ങനെ പെൻഷൻ ഫണ്ട് ഓഡിറ്റ് ചെയ്യണം. ആനുവലി ഓഡിറ്റേഴ്സ് വന്നിട്ട് കറക്റ്റായിട്ട് ആനുവലി എന്ത് ചെയ്യണം, ഓഡിറ്റേഴ്സ് ചെക്ക് ചെയ്യണം. ബോർഡിൽ കറക്റ്റായിട്ടുള്ള വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ. എങ്കിൽ മാത്രമല്ലേ പിന്നെ സുതാര്യമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാം. അപ്പോൾ 80A പ്രത്യേകം നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. കാരണം 80A നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെ കൂടി ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർപ്പെടുത്തുക. പിന്നെ പെൻഷൻ ഫണ്ട് എൻ്റെ വർഷം ഒന്ന് ഓർത്ത് വയ്ക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ അതുപോലെ ആരൊക്കെയാണ് മെമ്പേഴ്സെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ടേം 3 വർഷമാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡിസ്ക്വാളിഫിക്കേഷനൊക്കെ മെമ്പേഴ്സിന് വരും കേട്ടോ. അതായത് ഇപ്പോൾ ഇൻസോൾവെൻറ്റോ അൺസോൾവെൻ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ, അൺഡിസ്ചാർജ് ഇൻസോൾവെൻ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, മെമ്പർ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ആ പേഴ്സണെ മാറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് നോർമലി അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ. സെക്രട്ടറി പ്രത്യേകം ശ്രദ്ധിക്കണം. സെക്രട്ടറി ആരാണ്, പിന്നെ ആരിൽ കുറയാത്ത റാങ്കാണ്, നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ജോയിൻറ്റ് രജിസ്ട്രാർ ആണ് കേട്ടോ സെക്രട്ടറി ആയിട്ട് വരിക. ഓക്കെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സെക്രട്ടറിക്കാണ് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത്. സ്യൂട്ട്സും ലീഗൽ പ്രൊസീഡിങ്സും ഒക്കെ ആർക്കെതിരെയാണ് വരിക, സെക്രട്ടറിക്കാണ് എതിരെ വരിക. സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് തന്നെയാണ്. പ്രീവിയസ് അപ്രൂവൽ ഗവൺമെൻറ്റിൻ്റെ വാങ്ങണം. അതിനുശേഷം ഒരു ബോർഡ് അസിസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, അവരെ വെക്കുക കേട്ടോ. മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. 15 days നോട്ടീസാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെ ടൈമും പ്ലേസൊക്കെ അവർക്ക് അതിനനുസരിച്ചിട്ട് നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ തീരുമാനിക്കാം. മിനിറ്റ്സ് ബുക്കൊക്കെ ഉണ്ട്, അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് സെക്രട്ടറി തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എലിജിബിലിറ്റി പിന്നെ അറിയാലോ, 30 വർഷം ആണ് കേട്ടോ പറയുന്നത്. മാക്സിമം ക്വാളിഫയിങ് സർവീസ്, അതായത് മാക്സിമം ആണ് പറഞ്ഞത് കേട്ടോ. മാക്സിമം ക്വാളിഫയിങ് സർവീസ് ഫോർ ദ പർപ്പസ് ഓഫ് പെൻഷൻ എന്ന് പറയുന്നത് 30 വർഷമാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ സൊസൈറ്റിയിൽ കുറച്ച് എംപ്ലോയി എന്താ പറയുക, മിസ്കണ്ടക്റ്റ്, ഇൻസോൾവൻസി, ഇൻസഫീഷ്യൻസി അങ്ങനെയൊക്കെ പുറത്താക്കിയവർക്കാണ് എന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞില്ലേ ആ പെൻഷൻ കമ്പാഷനേറ്റ് എലവൻസ് കൊടുക്കില്ല എന്ന് പറഞ്ഞു കേട്ടോ. ആൻ എംപ്ലോയി ഹു ഹാസ് ഡിസ്മിസ്ഡ് ഓർ റിമൂവ്ഡ് ബൈ മിസ്കണ്ടക്റ്റോ അല്ലെങ്കിൽ ഇൻസോൾവൻസിയോ അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻസി ഓഫ് സർവീസോ അങ്ങനെയൊക്കെയാണ് പുറത്താക്കിയതെങ്കിൽ ആൾക്ക് എന്തില്ല, കമ്പാഷനേറ്റ് പെൻഷൻ കൊടുക്കാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ അതിന് ഒരു അർഹതയില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ സ്കീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി ഇതിൻ്റെ PDF നോട്ട് വേണമെങ്കിൽ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വന്ന് കളക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ.
പെയ്ഡ് ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത സ്കീം നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ താങ്ക് യു കേട്ടോ.